നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 194-ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ഗസൽ ഗായകനും പിന്നണി ഗായകനുമൊക്കെയായ പത്മശ്രീ ഹരിഹരനെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തെ ഞാൻ കാണുന്നതും പരിചയപ്പെടുന്നതും 1996-97 കാലഘട്ടത്തിലാണ്. ഞാൻ ഖത്തറിലെ ഇന്ത്യൻ എംബസിയിൽ കൾച്ചറൽ വിങ്ങിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി ജോലി ചെയ്യുന്ന കാലത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാം റമദ റിനൈസൻസ് ഹോട്ടലിൽ നടക്കുന്നത്. ഇന്ത്യൻ കൾച്ചർ സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങൾക്കായി വലിയ വലിയ കലാകാരന്മാരെ വിളിച്ച് പ്രോഗ്രാമുകൾ നടത്താറ് പതിവാണ്. ഇത് പറയുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകുന്നു, നമ്മുടെ പിന്നാമ്പുറം ആരും പറയുന്നില്ല. വളർന്നു കഴിഞ്ഞാൽ പഴയതെല്ലാം മറക്കുന്ന ഒരു സമൂഹം. എനിക്ക് ഇന്ത്യൻ എംബസിയുടെ കൾച്ചറൽ വിങ്ങിൽ ജോലി വാങ്ങിത്തന്നത് പ്രശസ്ത ഡോക്ടറും സാമൂഹ്യ പ്രവർത്തനവുമൊക്കെയായ ശ്രീ ഡോക്ടർ വി കെ മോഹനാണ്. അദ്ദേഹം ഖത്തറിൻ്റെ സാംസ്കാരിക രംഗങ്ങളിലെല്ലാം നിറഞ്ഞു നിന്ന ഒരു സാന്നിധ്യമാണ്. അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്ത് കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്യുന്നു. അദ്ദേഹമാണ് എനിക്ക് ഈ ജോലിയിലേക്ക് റെക്കമെൻഡ് ചെയ്തത്. അതിവിടെ പറയാൻ കാരണം, അതേ റിനൈസൻസ് ഹോട്ടലിൽ എൻ്റെ പഴയകാലം ഒരുപാട് കഷ്ടത നിറഞ്ഞതായിരുന്നു. അതേക്കുറിച്ചെല്ലാം വിശദമായി ആത്മനൊമ്പരങ്ങൾ അഗ്നിയിൽ ആവാഹിച്ച 9 വർഷങ്ങൾ എന്നുള്ളൊരു ഓട്ടോബയോഗ്രഫി ആത്മകഥ cyberwit.net പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇദ്ദേഹത്തിൻ്റെ പ്രിഫേസാണ് ഞാൻ ചേർത്തിട്ടുള്ളത് എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ. ആ കാലത്ത് ഗൾഫിൽ നിന്നും ഇറങ്ങുന്ന, ഖത്തറിൽ നിന്നും ഇറങ്ങുന്ന പെനിൻസുല എന്ന പത്രത്തിൽ ഡേവിസ് പോയംസ് ഇൻ റഷ്യൻ എന്നുള്ളൊരു തലക്കെട്ടോടുകൂടി ഇന്ത്യൻ കൾച്ചർ സെൻ്ററിൻ്റെ സ്പെഷ്യൽ പതിപ്പ് അവരിറക്കിയപ്പോൾ അതിലൊരു കോളം എന്നെക്കുറിച്ച് എഴുതിയതും ഡോക്ടർ വി കെ മോഹനാണ്. ബഹുമാനത്തോടെ അല്ലാതെ അദ്ദേഹത്തെ ഓർക്കാൻ കഴിയില്ല. എൻ്റെ ജീവിതത്തിൻ്റെ തോണി തുഴഞ്ഞു പോകുമ്പോൾ അദ്ദേഹത്തെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അതിവിടെ സൂചിപ്പിക്കാൻ കാരണം, അദ്ദേഹം അന്ന് ഇന്ത്യൻ കൾച്ചർ സെൻ്ററിൻ്റെ പ്രസിഡൻ്റായി വർക്ക് ചെയ്യുന്ന സമയത്താണെന്ന് ശ്രീ ഹരിഹരൻ്റെ കൺസേർട്ട് പഞ്ചനക്ഷത്ര ഹോട്ടലായ റമദ ഹോട്ടലിൽ നടത്തുന്നത്. കാലത്തിൻ്റെ ഒരുപാട് മുറിവുകൾ എന്നിലുണ്ടാക്കിയ കുറേ ജീവിതാനുഭവങ്ങളുണ്ട്. അത്തരണത്തിൽ അന്ന് കൺസേർട്ട് നടക്കുമ്പോൾ എൻ്റെ ഭാര്യയും എൻ്റെ മകനും അത് കേൾക്കാനുണ്ടായിരുന്നു. അതിവിടെ പറയാൻ കാരണം, ഓർക്കുമ്പോൾ കണ്ണു നിറഞ്ഞൊഴുകുന്ന അനുഭവങ്ങളാണ് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. അന്ന് അദ്ദേഹത്തിൻ്റെ കൺസേർട്ട് കേൾക്കുമ്പോൾ ഒരു ഉദ്ദേശം, ഒരു 500 പേരോളം കാണും ആ ഹാളിൽ. വളരെ ശാന്തസുന്ദരമായ ഒരു അറ്റ്മോസ്ഫിയറിൽ മലയാളവും ഹിന്ദിയും തമിഴും ഒരുപാട് ഗസലുകളും ഒക്കെ അദ്ദേഹം പാടി. ഒരു 2.5-2.25 മണിക്കൂർ പാടി. പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹത്തെ ഞാൻ പോയി കാണുന്നതും സംസാരിക്കുന്നതും. അദ്ദേഹത്തെക്കുറിച്ചുള്ള
വിശദമായ ബ്രീഫ് ഇതിൽ ചേർത്തിട്ടുണ്ട്. എങ്കിലും നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. പ്രശസ്ത കർണാടക സംഗീതജ്ഞനായ അനന്ത സുബ്രഹ്മണ്യയുടെയും അലുമേലുവിൻ്റെയും മകനായി 1955 ഏപ്രിൽ 3 തിരുവനന്തപുരത്ത് ജനനം. കർണാടക സംഗീതത്തിൻ്റെ ആദ്യപാഠങ്ങൾ അമ്മയിൽ നിന്ന് പഠിച്ച ഇദ്ദേഹം യൗവനത്തിൽ മെഹദി ഹസൻ്റെ ഗസലുകളിൽ ആകൃഷ്ടനായി. ഉസ്താദ് ഗുലാം മുസ്തഫ ഖാനിൽ നിന്നും ഹിന്ദുസ്ഥാനി സംഗീതം പഠിച്ചു. 1978 പുറത്തിറങ്ങിയ ഗമൻ എന്ന ഹിന്ദി ചിത്രത്തിൽ ജയ്ദേവ് സംഗീതം നൽകിയ അജീബ് സാനെ ഹേ മുഷിപ്പർ ഖരാർ എന്ന ഗാനത്തിലൂടെ സിനിമയിലേക്ക് പ്രവേശിച്ച ഇദ്ദേഹത്തെ ആ ഗാനം ഉത്തർപ്രദേശ് സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡിന് അർഹനാക്കി. 1992 മണിരത്നത്തിൻ്റെ റോജയിലെ തമിഴ എന്ന ഗാനത്തിലൂടെ തമിഴിലേക്ക് എത്തിയ ഇദ്ദേഹം മണിരത്നം AR റഹ്മാൻ ടീമിൻ്റെ മിക്ക ചിത്രങ്ങളിലും പാടി. സംസ്ഥാന അവാർഡും ദേശീയ അവാർഡും നേടി. 30ഓളം ഗസൽ ആൽബങ്ങൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നു. 2004 പത്മശ്രീ അവാർഡ് വാങ്ങിച്ചു. ചില ചിത്രങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തു. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അന്ന് ഗസൽ പ്രോഗ്രാമെല്ലാം കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ പെനിൻസുലയുടെ ഒരു കോപ്പി അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. അദ്ദേഹം അത് നിവർത്ത് വെറുതെ ഒന്ന് കാഷ്വലായിട്ടൊന്ന് നോക്കി പുറകിൽ എന്നെക്കുറിച്ചുള്ള ഒരു ചെറിയ ബ്രീഫും, അത് ആ ഫോട്ടോ മാത്രം ഒന്ന് നോക്കിയിട്ട് എന്നെ ഒന്ന് നോക്കി ചിരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നന്നായിട്ടുണ്ട് കച്ചേരി, നന്നായിട്ടുണ്ട് പ്രോഗ്രാം, ആഹാ പാട്ടുകളെല്ലാം ഇഷ്ടപ്പെട്ടോ? എല്ലാ ഭാഷയിലുമുള്ള പാട്ടുകൾ ആസ്വദിച്ചു, പക്ഷെ അത്രമാത്രം അഗാധമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ എന്നെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോൾ വേറെ 1-2 പേർ വരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഹരിയേട്ടൻ ട്രിവാൻഡ്രത്തുനിന്ന് ഇപ്പോൾ വരാറില്ലേ? ആ ബ്രാഹ്മണ തെരുവിലല്ലേ വീട്? ഞാൻ തമ്പാനൂരാണ്. ആഹാ എന്ന് വീണ്ടും മൂളി. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയിൽ വരുന്നത്. നമ്മളെല്ലാം ഇങ്ങനെ ഒഴുകി നടക്കുകയല്ലേ, എവിടെയാണ് പഞ്ച് ഉണ്ടാവുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ഹാർമോണിയത്തിൽ ഇത്രമാത്രം പ്രാവീണ്യം നേടാൻ ഹാർമോണിയം പ്രത്യേകിച്ച് ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? എൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞത്, അനിയ ജീവിതമാണ്, അത് എങ്ങോട്ടൊക്കെയാണ് നീങ്ങുക എന്ന് പറയാവതല്ല. നല്ലതും ചീത്തതും ചിന്തിക്കുന്ന ഒരു ലോകം. ഞാനിങ്ങനെ പാട്ടുപാടി അങ്ങോട്ട് അങ്ങനെ പോകുന്നു. വീണ്ടും കാണാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഓർഗനൈസിംഗ് ഗ്രൂപ്പിൻ്റെ അടുത്തേക്ക് നീങ്ങി. ഒരു 3 മിനിറ്റ് സമയമാണ് സംസാരിച്ചത്. അതെല്ലാം കഴിഞ്ഞ് പുറമേക്ക് വന്ന് പ്രോഗ്രാമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങുമ്പോൾ ഏകദേശം രാത്രി 12:30-1 മണിയോളമാവുന്നു. പിൽക്കാലത്ത് ഒരു തവണ മാത്രം ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ കാണുന്നു. സംസാരിക്കാനൊന്നും കഴിഞ്ഞില്ല. ട്രിവാൻഡ്രത്ത് വെച്ചുള്ള ഒരു പ്രോഗ്രാമിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് എനിക്ക് തോന്നിയത് വിനയമാണ്. തമിഴ്, തെലുങ്ക്, മലയാളം അങ്ങനെ ഹിന്ദി നിരവധി ഭാഷകൾ പാടിയിട്ടുള്ള അദ്ദേഹത്തിന് വസ്ത്രധാരണ ശൈലിയും സ്റ്റേജിൻ്റെ ചുവടുവയ്പ്പുകളും എല്ലാം എങ്ങനെ നമുക്ക് മറക്കാൻ കഴിയും? ഒരു വലിയ കലാകാരൻ, ഔന്നത്യത്തിലെത്തി നിൽക്കുന്ന ഒരു വലിയ കലാകാരൻ. നമ്മുടെ മുൻ പ്രധാനമന്ത്രി വാജ്പേയിക്ക് വേണ്ടിയും അദ്ദേഹം മണിക്കൂറുകളോളം പാടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് രാഷ്ട്രം പത്മശ്രീ ബഹുമതി നൽകി ആദരിച്ചു. നിരവധി സ്റ്റേറ്റ് അവാർഡുകൾ
ദേശീയ അവാർഡുകൾ, സ്വദേശത്തും വിദേശത്തും നിരവധി പ്രോഗ്രാമുകൾ. ഞങ്ങൾ ഖത്തറിലൊക്കെ പ്രോഗ്രാം ചെയ്യാൻ വരുമ്പോഴൊക്കെ അദ്ദേഹം പ്രശസ്തിയുടെ അത്യുന്നതങ്ങളായിരുന്നു. 10-30ഓളം ഓഡിയോ കാസറ്റുകൾ അദ്ദേഹത്തിൻ്റെതായി തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ള, ഞാൻ കണ്ട നൂറുകണക്കിന് കലാകാരികൾ എത്രത്തോളം ഔന്നത്യത്തിലേക്ക് എത്തുന്നുവോ അത്രത്തോളം അവർ വിനയാന്വിതനായി തീരുന്നു എന്നതാണ്. കാഴ്ചപ്പാടുകൾക്കും രീതികൾക്കും പെരുമാറ്റങ്ങൾക്കും ഒക്കെ വലിയൊരു ഇരുത്തം അല്ലെങ്കിൽ വലിയൊരു അനുഭവ പരമ്പര അവർ ഉൾക്കൊള്ളുന്നു എന്നതാണ് സത്യം. പ്രത്യേകിച്ചും വിദേശങ്ങളിൽ പോയി വന്ന് അവിടുത്തെ പരിപാടികളിൽ പങ്കെടുത്ത് മടങ്ങി വരുമ്പോൾ അവരുടെ മനസ്സ് ഏതെല്ലാം തരത്തിൽ വ്യാപരിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. ശ്രീ ഹരിഹരനെ അന്ന് കണ്ടും 3-3.5 മിനിറ്റോളം സംസാരിച്ച് അദ്ദേഹം വേദിയിൽ നിന്നും അതിൻ്റെ ഓർഗനൈസേഷൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ചിട്ട് മടങ്ങുമ്പോഴും പുറമേ കണ്ടപ്പോഴും നമ്മുടെ ഭാഷയിൽ സംസാരിച്ച ഏക വ്യക്തി ഞാനായിരുന്നു. കാരണം പലരും ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഭാഷയിൽ നമ്മളോട് സംവേദിക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ്. കാലം എത്ര കഴിഞ്ഞിരിക്കുന്നു, ഏകദേശം 30 വർഷത്തോളമാകുന്നു. ഇന്നും ആ മാസ്മരികനാദം എൻ്റെ മനസ്സിൽ മുഴങ്ങുകയാണ്. അദ്ദേഹത്തിന് ദീർഘായുസ്സും ആയുരാരോഗ്യവും നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ ചുരുക്കട്ടെ. നന്ദി, നമസ്കാരം.